നബിദിന് ഓണം കൂടി ഒരൊറ്റ കുടക്കീര്. അസ്സലാമു അലൈക്കും, ആരിഫാണ് ട്ടോ. വെള്ളിയാഴ്ച ജുമസ്കാരം കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങാൻ കേട്ടോ. നമുക്കൊരു കിട്ടുന്ന സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ടേ. അപ്പൊ നമ്മൾ വെൽക്കം ചെയ്യാൻ വന്നതാട്ടോ നമ്മളെ ബ്രദർ. വണ്ടിക്ക് സ്റ്റേഡിൽ വെച്ച് നടന്നു പോകട്ടോ വീട്ടിക്ക്. വാഴത്തോട്ടത്തിലൂടെ നടന്നു പോണേ. വീട്ടിലെത്തിപ്പോ ആദ്യം ശ്രദ്ധിച്ചത് ഓണപ്പൂക്കളാട്ടോ. ഈ പൂക്കൾ ഏകദേശം 42 മണിക്കൂർ ഇതേമാർക്ക് വെക്കണമല്ലോ. വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ അവസ്ഥ ആലോചിച്ചേക്ക്. ഇവിടെ പിന്നെ ചെറുതവനായിട്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ സദ്യ ഉണ്ണാൻ പോവുകയാണ് ഗായ്സ്. അപ്പൊ നമ്മളെ ഫ്രണ്ടിന്റെ അമ്മ നമുക്ക് ഫുഡ് വിളമ്പിച്ചു കേട്ടോ. എന്റെ മോനെ കാണുമ്പോ തന്നെ തിന്നാൻ പൂതിയാവടാ. അതും എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഓണം സദ്യ നമ്മൾ കുറെ കഴിച്ചു. ഇത്രയും അടിപൊളിയോ സദ്യ നമ്മൾ ആദ്യമായിട്ട് കഴിക്കണേ. ശേഷം ഒരു പായസം. അല്ലെങ്കിൽ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പള്ള ഫുള്ളാവൂലേ. ദിസ് ഈസ് മൈ ഫ്രണ്ട് അനാമിക. ദിസ് മൈ അനാമികയുടെ വീട്. ഇവിടെ പിന്നെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കാണിച്ചോളൂ. പിന്നെ പൂജാ റൂമിക്ക് കൊണ്ടുപോകണേ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ശേഷം അനാമികയുടെ മദർ നമ്മൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പായസമൊക്കെ തന്നടാ. സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയയിലും മറ്റു പുറത്തൊക്കെ ജാതിന്റെയും മതത്തിന്റെ ഒക്കെ പേരിൽ പല വിവേചനവും നടക്കലുണ്ട് കേട്ടോ. ബട്ട് ഞാനൊരു മലപ്പുറക്കാരനായോണ്ടോ എനിക്കറിയില്ല. നമ്മളോട് അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നും ഇല്ലട്ടോ. നബിദിന് ഓണൊക്കെ ഒരുമിച്ച് വന്നോണ്ട് തന്നെ മതസൗഹൃദങ്ങളുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതെ, കൂടിക്കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇതൊരു ട്രഡീഷണൽ ഓണപ്പൂക്കളുടെ കേട്ടോ. അപ്പൊ ഫ്രണ്ടിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ അങ്ങനെ ഇറങ്ങി. അപ്പൊ അവർക്ക് എന്റെ ഫാമിലിന്റെയും സുഹൃത്തുക്കളുടെ ഓണാശംസകൾ ആൻഡ് നബിദിനാശംസകൾ. അപ്പൊ ബാക്കി അടുത്ത വീഡിയോയിൽ ഫോളോ ചെയ്തോട്ടോ. സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പൊ ഓക്കെ, ബൈ ബൈ.